കഴിഞ്ഞ ദിവസം യമനിലെ തുറമുഖങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. മറുപടിയായി ഇസ്രായേലിൽ കനത്ത ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹൂതികൾ. മധ്യ ഇസ്രായേലിന് നേരെയാണ് ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടത്. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം മിസൈലിനെ തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സൈറനുകൾ മുഴങ്ങിയെന്നും ജനം ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഹൂതികൾ ഇസ്രായേലിന് നേരെ നടത്തിയ ഏറ്റവും ശക്തമായ ആക്രമണങ്ങളിൽ ഒന്നാണ് ഇതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഗസയിൽ അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. അതിനൊപ്പം യമനിലും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഇതിന് തിരിച്ചടിയായി ഹൂതികൾ തുടർച്ചയായി ഇസ്രായേലിനെ ആക്രമിക്കുകയാണ്. ഹൂതികൾ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിന് നേരെ 2 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ പുലർച്ചെ 2 മണിയോടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി IDF അറിയിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മധ്യ ഇസ്രായേലിലുടനീളം സൈറനുകൾ മുഴങ്ങിയെന്നും അർദ്ധരാത്രിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം യമൻ ലക്ഷ്യമാക്കി ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. പടിഞ്ഞാറൻ യമനിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള 2 തുറമുഖങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞാണ് യമനിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ വ്യോമാക്രമണം നടത്തിയത്. ഹൂതി നേതാവിനെ കൊല്ലുമെന്നും ഇസ്രായേൽ ഭീഷണി മുഴക്കി. ഇസ്രായേലിനെതിരെ തുടർച്ചയായി മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നതിന് മറുപടിയാണ് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം തുടരുന്നത്. മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിന് തൊട്ടുമുമ്പാണ് ട്രംപ് യമനിൽ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത്. US പ്രസിഡന്റിന്റെ പര്യടനം പൂർത്തിയാക്കി തൊട്ടു പിന്നാലെയാണ് യമൻ ഇസ്രായേലിനെ ആക്രമിച്ചത്. മെയ് 6 യമനിൽ ഇസ്രായേൽ പ്രതിരോധ സേന ആക്രമണം നടത്തിയിരുന്നു. മറുപടിയായി ഹൂതികളും ഇസ്രായേലിൽ കനത്ത ആക്രമണം നടത്തി. വെള്ളിയാഴ്ച ഹൊദൈദ, സാലിഫ് തുറമുഖങ്ങളിൽ 35 മിസൈലുകളാണ് ഇസ്രായേൽ വർഷിച്ചത്. ഇസ്രായേൽ ആക്രമണം തുറമുഖങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തി. ഈ ആഴ്ച ആദ്യം പടിഞ്ഞാറൻ യമനിലെ 2 തുറമുഖങ്ങൾക്ക് IDF ഒഴിപ്പിക്കൽ മുന്നറിയിപ്പുകൾ നൽകി. ഈ തുറമുഖങ്ങൾ ആയുധങ്ങൾ കൈമാറുന്നതിനാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം. ഭീകരത പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹൂതി ഭരണകൂടം സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ചൂഷണം ചെയ്യുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണിതെന്ന് IDF പ്രസ്താവനയിൽ പറഞ്ഞു. മെയ് 6 യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളവും 2 തുറമുഖങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തിയത്. ഹൂതികളുടെ ശേഷി തകർക്കുന്നതിനും തുറമുഖങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതിനും ഇറാന്റെ ആയുധങ്ങൾ കൊണ്ടുവരുന്നത് തടയുന്നതിനും സായുധ സംഘത്തിന് സാമ്പത്തികമായി ദോഷം വരുത്തുന്നതിനും വേണ്ടിയാണ് ആക്രമണങ്ങൾ നടത്തുന്നതെന്ന് IDF പ്രസ്താവനയിൽ പറഞ്ഞു. തുറമുഖങ്ങൾ പുനഃസ്ഥാപിക്കാൻ ഹൂതികൾക്ക് ഏകദേശം 1 മാസം എടുക്കുമെന്ന് സൈന്യം വ്യക്തമാക്കി. ഹൂതി ഭീകര ഭരണകൂടം ഈ തുറമുഖങ്ങൾ ഭീകരതയ്ക്കായി ഉപയോഗിക്കുന്നു. അതിനാൽ ഈ തുറമുഖങ്ങളിൽ ഉള്ളവർ സ്വയം അകലം പാലിക്കാനും പ്രദേശം ഒഴിപ്പിക്കാനും IDF മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആക്രമണത്തിനിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്, IDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ എന്നിവർ ഇസ്രായേൽ വ്യോമസേനയുടെ ഭൂഗർഭ കമാൻഡ് സെന്ററിൽ ഒത്തുകൂടി. ഇറാൻ പിന്തുണയുള്ള സംഘം ഇസ്രായേലിനെതിരെ വെടിവയ്പ് തുടർന്നാൽ ഹൂതി നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂതിയെ ഇല്ലാതാക്കുമെന്ന് കാറ്റ്സ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു.